ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഫിഷ് നിർവാണ. ഇത് അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നേ. ഇത് ഷെഫ് സുരേഷ് പിള്ള സ്പെഷ്യൽ ഡിഷാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 2 വെള്ള ആവോലി എടുത്തിട്ടുണ്ട്. ആവോലി 2 തരമുണ്ട്, വെള്ള ആവോലിയും കറുത്ത ആവോലിയും. വെള്ള ആവോലി കിട്ടുമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം. ഇതിലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ കറുത്ത ആവോലിയോ അല്ലെങ്കിൽ കരിമീനോ കിളിമീനോ ഏതോ നിങ്ങൾക്ക് കിട്ടുന്ന മീൻ വെച്ച് ചെയ്യാം. ഇതിന് മുറിച്ചെടുക്കാം. ഇതിന് ചെതുമ്പലൊന്നുമില്ല, മുറിക്കാൻ ഈസിയാണ്, നല്ല സോഫ്റ്റുമാണ്. കത്രിക കൊണ്ട് 2 അറ്റും തലയും വാലും മുറിക്കാം. 2 ആവോലിയും മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇതിൽ തല കളഞ്ഞിട്ട് എടുത്തത്, തലയോട് കൂടി വേണമെങ്കിലും എടുക്കാം. ഇത് 2ആയി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ചെറിയ മീനായാലും 2 സ്ഥലത്ത് വര കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വര കൊടുത്താലും മസാല അതിൻ്റെ ഉള്ളിൽ പിടിക്കും. ഇതിന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേറൊരു പ്ലേറ്റിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പിരിയൽ മുളക് പൊടിയാണ്. എരിവ് അധികം വേണ്ടുന്നവര് സാധാ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർക്കാം. ഞാനിപ്പം ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില മുറിച്ചത്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. വെള്ളം കുറച്ചൊഴിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പം ഇത്ര കട്ടിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി വെച്ച മീനെടുത്ത് ഇതിലേക്ക് വെച്ച് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. തിരിച്ചിട്ട് മറ്റേ സൈഡും തേച്ച് കൊടുക്കാം. ഇനി മറ്റേ മീനിലും ഇതേപോലെ തേച്ച് പിടിപ്പിക്കാം. രണ്ട് മീനും മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലത്. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് 1/2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചീഞ്ചട്ടി അതിന് കുറച്ചധികം എണ്ണ ഒഴിച്ചത്. ഫ്ലാറ്റ് ആയിട്ടുള്ള പാനാണെങ്കിൽ എണ്ണ പുരട്ടിയാൽ മതി. ഇനി ഈ മീനെടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആവുമ്പം തിരിച്ചിടാം. മറ്റേ സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. ഇത് ഓവർ ഫ്രൈ ആവാൻ പാടില്ല, ജസ്റ്റ് പാകത്തിന് ഫ്രൈ ആവാനേ പാടുള്ളൂ. മറ്റേ മീനും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. 2 മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലൊരു വാഴയില വെക്കാം. ഈ ഇല ചെറുതായിട്ടൊന്ന് ഞാൻ വാട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത മീൻ വെക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചട്ടിയുടെ സൈസിനും മീനിന്റെ എണ്ണത്തിനനുസരിച്ച് ആവശ്യത്തിന് എടുക്കാം. ഇത് മുഴുവനായിട്ട് മുങ്ങി കിടക്കണ്ട, ഒരു പകുതി വരെ മുങ്ങി കിടന്നാൽ മതി. ഇനി തീ കത്തിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ മീൻ ഫ്രൈ ചെയ്തതിന് ഉപ്പില്ലതാണ്. ഈ തേങ്ങാപ്പാലിൽ വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്താൽ മതി. കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം. 1-2 പച്ചമുളക് മുറിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിന് തിളപ്പിക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഈ തേങ്ങാപ്പാൽ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫിഷ് നിർവാണ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റ് സമയമായി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്യാം. നല്ല കിടിലൻ ടേസ്റ്റിൽ ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം.
അപാര ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.